നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ലിവർപൂൾ ഉറുഗ്വൻ സൂപ്പർ താരമായ ഡാർവിൻ നുനസിനെ സ്വന്തമാക്കിയത്. നമുക്കറിയാം 85 മില്യൺ പൗണ്ടാണ് താരത്തിന് വേണ്ടി ലിവർപൂൾ ബെൻഫിക്കക്ക് നൽകിയിട്ടുള്ളത്. ലിവർപൂളിന് വേണ്ടി ആകെ 94 മത്സരങ്ങൾ കളിച്ച ഈ ഒരു ഉറുഗ്വൻ താരം 33 ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. എന്നാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു താരമാണ് ഡാർവിൻ നുനസ്. മാത്രമല്ല, ലിവർപൂൾ എന്ന ക്ലബിനകത്ത് ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ പുകയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ലിവർപൂൾ വിടാൻ സാധ്യതയുണ്ട്. മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാനാണ് നുനസ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയ്ക്ക് ഈ ഒരു സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ട്. റോബർട്ട് ലെവൻഡോസ്കിയുടെ പിൻഗാമിയായി കൊണ്ടാണ് ബാഴ്സ പ്രധാനമായും ഈ ഒരു താരത്തെ പരിഗണിക്കുന്നത്. നുനസ് ലിവർപൂൾ വിട്ടേക്കും എന്ന റൂമറുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ലിവർപൂളുമായി ബന്ധപ്പെട്ടതെല്ലാം അദ്ദേഹം നീക്കം ചെയ്തിട്ടുണ്ട്. ലിവർപൂളിന്റെ ജേഴ്സിയിലുള്ള എല്ലാ ചിത്രങ്ങളും അദ്ദേഹം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഉറുഗ്വ, ബെൻഫിക്ക എന്നിവരുടെ ജേഴ്സിയിലുള്ള ചിത്രങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഉള്ളത്. എന്നാൽ ലിവർപൂളിന്റെ ജേഴ്സിയിലുള്ള പ്രൊഫൈൽ പിക്ചർ അദ്ദേഹം ഇതുവരെ മാറ്റിയിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ക്ലബ്ബുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ബാഴ്സക്ക് താല്പര്യമുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഒരൽപ്പം തടസ്സമാണ്. അതേസമയം ലെവൻഡോസ്കിയെ സൗദി അറേബ്യയിലേക്കോ അതല്ലെങ്കിൽ MLS കൈമാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും ബാഴ്സ ഡാർവിൻ നുനസിനെ കൊണ്ടുവരും. എന്നാൽ ഇപ്പോൾ തന്നെ ബാഴ്സ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ലെവൻഡോസ്കി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നുനസ് വരുന്ന സമ്മറിൽ ലിവർപൂൾ വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.